ഹായ്, എല്ലാവരും എന്താ ചെയ്യുക? സുഖമാണോ? നമുക്ക് ഇന്നൊരു പാസ്ത ഉണ്ടാക്കി നോക്കിയാലോ? അപ്പം നമുക്ക് വളഞ്ഞു പുളഞ്ഞ പാസ്തയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, സബോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മല്ലിയില കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. എനിക്കിതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അതേപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 2 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞു, കുഞ്ഞതായിട്ട് അരിഞ്ഞു. ഇഞ്ചി എടുത്തു, ഒരു ചെറിയ ഇഞ്ചി, അത് നല്ലപോലെ അരിഞ്ഞു. അതേപോലെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി 1.5 തക്കാളിയാണ് എടുത്തത്. അപ്പോൾ അതും ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളച്ച് വന്നപ്പോൾ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം. ആ വെള്ളം തിളച്ച് വരണം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ വളഞ്ഞ് പൊളിഞ്ഞിട്ടുള്ള പാസ്ത ഇട്ട് കൊടുത്തു. ഇങ്ങനത്തെ പാസ്തയാട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടമില്ല, എന്തോ പോലെ തോന്നുന്നു പറഞ്ഞിട്ട് തിന്നില്ല അമ്മ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാൻ ഈ ചൂട് വെള്ളത്തിലേക്ക് ഈ പാസ്ത ഇട്ട് കൊടുത്തു. പാസ്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ഇളക്കി കൊടുത്തു. അതിലേക്ക് നമ്മൾ ഇത്തിരി ഓയിൽ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി ഉപ്പ് പൊടി ഇട്ടു. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചുള്ളൂ കേട്ടോ. അപ്പോഴേക്കും തന്നെ അത് നല്ല പോലെ ആവും. പിന്നെ ഒരുപാട് കുക്കായി പോകണ്ട. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഇറക്കി വെച്ചു. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഈ വേറെ കയ്യിലൊന്നും നോക്കിയിട്ട് കണ്ടില്ല, അപ്പോൾ വേഗം എടുത്തിട്ട് ചെയ്യണതാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളും പോവായിരുന്നു. പിന്നെ നമ്മൾ ബട്ടർ എടുത്തു, മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ്. ആ ബട്ടർ എത്ര അധികം ഇടണമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു പാത്രം എടുത്തിട്ട് കുറച്ചധികം ഇട്ടിട്ടുണ്ട്. ഇത്തിരിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണ സബോള എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് സബോള ഞാൻ ഇട്ടേക്കണത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടി കഴിയുമ്പോഴാണ് നമ്മൾ സബോള ഇടുന്നത്. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇട്ടു. ഇഞ്ചിയുടെ പച്ചമണം മാറുന്ന വരെ നമ്മൾ അതും ഇളക്കി എടുത്തു. എനിക്കിതൊക്കെ ഇട്ടപ്പോഴേ ബട്ടറിൽ കിടന്നിട്ട് നല്ല മണം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ മണം. പിള്ളേരൊക്കെ വന്ന് എത്തി നോക്കായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ 1.5 സബോളയാണ് എടുത്തത്. അതും കൊത്തി എരിഞ്ഞിട്ടിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തേക്കണത്. നല്ലപോലെ ആ പച്ചമണം മാറി ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നല്ലപോലെ വലിയ പാത്രം കുറച്ചായ പോലെ തോന്നിട്ട് വലിയ ഉരുളിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ടു. ഗ്രീൻ കളർ ക്യാപ്സിക്കാണ്. അത് ഒരുപാട് വഴണ്ട് പോകണ്ട കേട്ടോ. ഒന്ന് പച്ചയായിട്ട് കടിക്കണം, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബട്ടറിൽ തന്നെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സബോളയും ഇതേപോലെ വഴറ്റി വരും, അതേപോലെ ക്യാപ്സിക്കവും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നത് തക്കാളിയാണ്. 1.5 തക്കാളി ഇട്ടിട്ടുണ്ട്. ആ 1.5 തക്കാളിയും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതെല്ലാം ബട്ടറിൽ കിടന്നിട്ടാവുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വരും നമ്മുടെ പാസ്തയ്ക്ക്. മാക്രോണി എന്ന വായിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തു. ഞാൻ ഒരു ഞെക്കലിന് തന്നെ നല്ല പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും വേണ്ടായിരുന്നു എന്ന് ഞാൻ തോന്നിപ്പോയി. ഇങ്ങനെ കിടന്നാക്കുമ്പോഴാണ് ഇത്രയൊന്നും വേണ്ടായിരുന്നു, കൂടിപ്പോയോ എന്ന് തോന്നിയിട്ട്. പക്ഷെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് നല്ല രസമുണ്ട്. അതേപോലെ തന്നെ സോയാ സോസ് ഇതിന് വേണ്ടി പുതിയതായിട്ട് ഞങ്ങൾ മേടിച്ചതായിരുന്നു. അതും ഇത്രേ ഒഴിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി എനിക്ക്. പക്ഷേ കഴിച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ പിള്ളേർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ സോയാ സോസ് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൂട്ടി വരിക. ഈ സോയാ സോസും അതേപോലെ തന്നെ ടൊമാറ്റോ സോസും ഈ നമ്മളുടെ ഈ മിക്സിലേക്ക് നല്ല പോലെ അലിഞ്ഞ് ചേരണം. അപ്പം നല്ല പോലെ ആക്കി. അപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഇതിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് മതി. നമ്മൾ പാസ്തയിൽ നമ്മൾ നല്ലപോലെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഉള്ള ഉപ്പ് മാത്രം മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് തട്ടി. പാസ്ത ഇങ്ങനെ കാണുമ്പോൾ ഒട്ടിപ്പിടിച്ചു എന്നൊന്നും തോന്നണ്ട കേട്ടോ. അത് നമ്മൾ ഊറ്റി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഊറ്റി വെച്ചപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഒന്ന് ഇളക്കി കൂട്ടി നല്ല പോലെ ഇളക്കി കൂട്ടി എടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം കൂടി എല്ലാ എരിവും മുളകും ഒക്കെ ഉള്ളത് നമ്മൾ നല്ല പോലെ ഇളക്കി കൂട്ടുന്നുണ്ട്. ഇളക്കി കൂട്ടി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ മല്ലിയില നല്ലപോലെ ഇട്ടു. മല്ലിയില ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വരിക. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൂട്ടിയെടുക്കണം.
നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക, ഞാൻ ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് കഴിക്കണത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമ്മളിതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ടാണ് എല്ലാം ഇട്ടേക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ചു നോക്കൂ, വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് വീഡിയോ ചെയ്യുമ്പോൾ, അതൊക്കെ ഒഴിവാക്കി ഞാൻ പുതിയതായ വീഡിയോ